ഇനി മക്ബറയിൽ ഏത് രീതിയിലാണ് നമ്മൾ ഈ ഖബറുകളിലേക്കും മക്കാമുകളിലേക്കും മഹാന്മാരിലേക്കും സമീപിക്കേണ്ടത്? ഒരാൾ മക്ബറയിൽ ചെന്നാൽ എന്തൊക്കെ കാര്യങ്ങളാണ് സ്വീകരിക്കേണ്ടത്, സ്വീകരിക്കേണ്ടാത്തത് എന്നുള്ളതിനെ കുറിച്ച് ഉസ്താദ് ഒന്ന് ഹ്രസ്വമായ രീതിയിലെങ്കിലും വിശദീകരിച്ചു തന്നാൽ വളരെ നന്നായിരിക്കും. ഒരു മുസ്ലിമിന്റെ ഖബറിങ്ങൾ ചെന്നാലുള്ള പൊതു നിയമമാണ് ഖബറിൽ കിടക്കുന്ന ആൾക്ക് സലാം ചെല്ലുക ഖബറുകൾ ചെന്നപാട്. ഇത് സുന്നത്തുള്ള കാര്യമാണ്. ഇതൊരു മഹാന്റെ ഖബറെന്നോ സാധാരണക്കാരന്റെ ഖബറെന്നോ വ്യത്യാസമില്ല. മുസ്ലിമിന്റെ ഖബറുകളൊക്കെ ചെന്നാൽ ഇത് സുന്നത്താണ്. മാത്രമല്ല ഫാത്തിഹയും യാസീനുമൊക്കെ ഒന്ന് പ്രത്യേകം സുന്നത്താണ്. അവിടെ വെച്ച് ഫാത്തിഹ യാസീൻ. ഇനി യാസീൻ ഓതാനുള്ള ഒരു സമയം അവന് കിട്ടുന്നില്ലെങ്കിൽ ഇഖ്ലാസ് കൊണ്ട് മതിയാക്കുക. അത് തന്നെ 3-ൽ ചുരുക്കാതെ 11 പ്രാവശ്യമാക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ശേഷം മുഅവ്വിദത്തിനും ഓതി ഖബറിൽ കിടക്കുന്ന ആൾക്ക് വേണ്ടി ദുആ ചെയ്യുക. ഇത് പൊതുവായി ഖബർ സിയാറത്തിന് സ്വീകരിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതേ സ്ഥാനത്ത് ഖബറിൽ കിടക്കുന്ന ആളൊരു മഹാനാണ്, നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് ഗുണം പ്രതീക്ഷിക്കൽ കൂടിയുണ്ട്. അവിടെ ദ്വാരക്കുന്നതിന്റെ പ്രധാനമായ ഒരു ഭാഗം അതാണ്. അവരുടെ അരികിൽ നിന്നുള്ള ബറക്കത്ത് നമുക്ക് കിട്ടലും അവരുടെ ആ ബഹുമതി കാരണമായി നമ്മുടെ ദുആക്ക് അല്ലാഹുവിന്റെ ഇജാബത്ത് കിട്ടലും ഒക്കെ ഉദ്ദേശിച്ചാകുമ്പോ ഇതും കൂടിയേറും. അതാണ് ഫൈൻ കാനൽ മയ്യിത്തു. അവിടെ ചെയ്യേണ്ടുന്ന കാര്യങ്ങളൊക്കെ ബഹുമാനപ്പെട്ട ഇബ്നുൽ ഹജ്ജ് റഹ്മഹുല്ലാഹ് കിതാബുൽ മദ്ഖലിൽ വിശദമായി പറഞ്ഞു. സലാം ചെല്ലേണ്ട രൂപവും അവിടുന്ന് ദുആ നിൽക്കേണ്ട രൂപവും അതിനുവേണ്ടി നിൽക്കേണ്ടുന്ന രൂപവും ഒക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു ഫൈൻ കാനൽ മയ്യിത്തുൽ മുസാറു മിമ്മൻ തുർജാ ബറക്കത്തുഹു. ബർക്കത്ത് കാക്ഷിക്കപ്പെടുന്ന ഒരാളാണ് ഖബറിൽ കിടക്കുന്ന സിയാറത്ത് ചെയ്യപ്പെടുന്ന മയ്യിത്ത് എങ്കിൽ ഫയതവസ്സലു ഇലല്ലാഹി തആല ബിഹി. അയാൾ മുഖേന, ആ വലിയ മുഖേന അല്ലാഹുവിലേക്ക് തവസ്സുൽ ചെയ്ത് ഇടകൊണ്ട് ദുആ ചെയ്യണം. വകദാലിക യതവസ്സലു സായിറു ബിമൻ യറാഹു അൽ മയ്യിത്ത മിമ്മൻ തുർജാ ബറക്കത്തുഹു ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞിട്ട് അവസാനം ആദ്യം അതിന്റെ സംക്ഷിപ്തം പറയുന്നുണ്ട്. ഫമൻ അറാദ ഹാജത്തൻ, അതുകൊണ്ട് തന്നെ വല്ല ആവശ്യപൂർത്തീകരണം ഉദ്ദേശമുള്ളവനാണെങ്കിൽ ഫൽയദ്ഹബ് ഇലൈഹിം, ഈ മഹാന്മാരെ ഖബറുകളിൽ പോകട്ടെ. വയതവസ്സലു ബിഹിം, അവർ മുഖേന അവൻ ഇടതേടുകയും ചെയ്യട്ടെ. ഫഇന്നഹുൽ വാസിതത്തു ബൈനല്ലാഹി വഖൽഖിഹി. ഔലിയാക്കന്മാർ, മഹാന്മാരെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെയും അവന്റെ സൃഷ്ടികളെയും ഇടയിലുള്ള മാധ്യമങ്ങളാണ്. വഖദ് തഖററ ഫി ശറഇ, ശറഇൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. മിനൽ ഇഅ്തിനായി ബിഹിം, അവരെ കൊണ്ട് പ്രത്യേകം പരിഗണിക്കുക, പ്രത്യേകം പരിഗണന വെച്ചുകൊണ്ട് അവരെ സിയാറത്ത് നടത്തുക എന്നത്. എന്നിട്ട് പറഞ്ഞു വമാ സാലൻ നാസു മിനൽ ഉലമായി വൽ അകാബിരി കാബിറൻ അൻ കാബിരിൻ മശ്രിഖൻ വ മഗ്രിബൻ യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം വയജിദൂന ബറക്കത ദാലിക ഹിസ്സൻ വ മഅനൻ. വമാ സാലൻ നാസു, ജനങ്ങൾ ആയിക്കൊണ്ടേയിരുന്നു, മിനൽ ഉലമായി വൽ അകാബിർ, മഹാന്മാർ പണ്ഡിതന്മാരൊക്കെ, കാബിറൻ അൻ കാബിരിൻ, ഏതെങ്കിലും കാലത്ത് തുടങ്ങിയതല്ല, പണ്ട് മുതലൊക്കെ ഉള്ളതാ പരമ്പരാഗതമായി. മശ്രിഖൻ വ മഗ്രിബൻ, അത് ഏതെങ്കിലും നാട്ടിലല്ല, എല്ലാ രാജ്യത്തും. യതബറകൂന ബിസിയാറത്തി ഖുബൂരിഹിം, മഹാന്മാരെ ഖബർ സിയാറത്ത് കൊണ്ട് അവർ ബർക്കത്ത് എടുക്കുന്നു. വയജിദൂന ബറക്കത ദാലിക, അതിന്റെ ബർക്കത്ത് അവർക്ക് കിട്ടും ചെയ്യുന്നുണ്ട്. ഹിസ്സൻ വ മഅനൻ, ചിലപ്പോൾ നേരെ ദൃഷ്ടിയിൽ തന്നെ കാണും വിധത്തിലാവും, അല്ലെങ്കിൽ അല്ലാതെയുമാകും. ഇത് ബഹുമാനപ്പെട്ട ഇമാം ഇബ്നുൽ ഹാജിന്റെ കിതാബുൽ മദ്ഖലിന്റെ 255-ാമത്തെ പേജിൽ നിന്നാണ് ഞാൻ വായിച്ചത്. മാത്രമല്ല അതിന് ശേഷം അദ്ദേഹം കൂട്ടിപ്പറയുന്നുണ്ട്, മഹാന്മാരെ ഖബറുകൾ ചെന്നാൽ അവരെ കൊണ്ട് തവസ്സുൽ മാത്രമല്ല, അവരോട് നേരിട്ട് ഇസ്തിഗാസ ചെയ്യുന്ന കാര്യം കൂടി അദ്ദേഹം അതിന്റെ ചർച്ചയിൽ, വിശദമായ ചർച്ചയാണ്, ആ ചർച്ചയിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നുണ്ട്. വയസ്തഗീസു ബിഹിം എന്നുകൂടി പറയുന്നു. അതുകൊണ്ട് മഹാന്മാരുടെ ഖബറുകളാവുമ്പോൾ മേൽ പറയപ്പെട്ട സലാം പറയലും ഖുർആൻ പാരായണവും ശേഷം ദുആയും ഒക്കെ ചെയ്യുന്നതോടൊപ്പം അവരെ കൊണ്ട് ഇപ്പറഞ്ഞ രീതിയിലുള്ള ബറക്കത്ത് എടുക്കുക, ഇത് പ്രത്യേകമായി മഹാന്മാരുടെ ഖബറുകൾ ചെയ്യുന്ന ഒന്നാണ്. അതിൽപ്പെട്ടതാണ് അവരെ കൊണ്ട് സിയാറത്ത് ചെയ്യലും അവരോട്
ഇസ്തിഗാസ ചെയ്യൽ മുടക്കാം. ഇനി അതേപോലെ തന്നെ ആ ഖബർ സിയാറത്ത് കഴിഞ്ഞ ശേഷം പൂർണ്ണമായ മനസ്സാന്നിധ്യത്തോടെ ആ ഖബറിൽ കിടക്കുന്ന ആളിലേക്ക് കൽബ് കൊണ്ട് മുന്നിട്ടുകൊണ്ട് അവിടെ നിൽക്കൽ കൂടി നല്ലതാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ഇബ്നു സീനയുടെ കിതാബ് റൂഹിന്റെ വ്യാഖ്യാനത്തിൽ, കിതാബ് ശിഫാവിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പ്രസ്താവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ അൽ മത്താലിബുൽ ആലിയ എന്ന ഗ്രന്ഥത്തിലും ഇത് പറഞ്ഞു കാണും. അതുകൊണ്ടാണ് മഹാന്മാരൊക്കെ സിയാറത്തെല്ലാം കഴിഞ്ഞ്, ഔലിയാക്കന്മാരെ ഖബർ സിയാറത്തിന് പോയാൽ സിയാറത്തെല്ലാം കഴിഞ്ഞ് ദുആയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുറച്ച് സമയം മൗനമായി അവിടെ നിൽക്കും. ആ നിൽക്കുന്നത് റൂഹ് കൊണ്ട് അവിടുത്തെ റൂഹുമായി ഒരു പ്രത്യേക ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ്. ആ നൃത്തം കൊണ്ട് തന്നെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാകുമെന്നും അത് നല്ലതാണെന്ന് കൂടി ഇമാം ഗസാലി അവിടുത്തെ ശർഹു ശിഫയിലും ഇമാം റാസി അൽ മത്താലിബുൽ ആലിയ എന്ന ഗ്രന്ഥത്തിലും പ്രസ്താവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അവിടെ ചെയ്യേണ്ടത്. നേരത്തെ പല സ്ഥലങ്ങളിൽ നടന്നു വരുന്നു, കണ്ടുവരുന്നു എന്നൊക്കെ പറഞ്ഞ അനാചാരങ്ങൾ ഒഴിവാക്കേണ്ടതും മറ്റുള്ളവർക്കത് ഉപദേശം കൊടുക്കേണ്ടതുമാകുന്നു. ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. അനാചാരങ്ങളിലെ നെല്ലും പതിരും നാം വേർതിരിച്ചറിയുക. കുപ്രചരണങ്ങൾ നടത്തുന്നവരുടെ ദുരുദ്ദേശ ബുദ്ധി വേണ്ട വിധം നാം ഉൾക്കൊള്ളുക. അവർക്ക് കൂടുതൽ എതിർപ്പുള്ളത് മക്ബറകളിലെ അനാചാരങ്ങളോടല്ല, ആചാരങ്ങളോടാണെന്ന വസ്തുത ഒരിക്കലും നാം മറക്കാതിരിക്കുക. അനാചാരങ്ങൾ അവർ വിഷയമാക്കുന്നത് തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കാൻ വേണ്ടി മാത്രവുമാണ്. പക്ഷേ കുപ്രചരണങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും ദീർഘായുസ്സുണ്ടാകലില്ല. അവയുടെ ഊരബലത്തിൽ നിർമ്മിക്കപ്പെട്ട പ്രസ്ഥാനങ്ങൾ ഒരിക്കലും നിലനിൽക്കുകയുമില്ല. അവർ തളരുകയും പിളരുകയും ചെയ്തേ മതിയാകൂ.